പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുണ്യമാക്കപ്പെട്ട ഒരു സൂറത്തിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. 101 പ്രാവശ്യം ഈ സൂറത്ത് 7 ദിവസം ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധ്യമാകും, ആവശ്യങ്ങൾ നിറവേറും. എന്തു പ്രശ്നമാണെങ്കിലും പടച്ചതമ്പുരാൻ മാറ്റിത്തരും. വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ചെറിയ സൂറത്ത് ഏതാണ് എന്ന് നമുക്ക് പഠിക്കാം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും വിജയം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അതിൽ വിജയിക്കണം, അതുപോലെ തന്നെ പരീക്ഷകളിൽ വിജയിക്കണം, അതുപോലെ പരീക്ഷണങ്ങളിൽ വിജയിക്കണം, അതുപോലെ തന്നെ കച്ചവടങ്ങളിൽ വിജയിക്കണം. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും വിജയമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ ഞാനും നിങ്ങളും. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നമുക്കുള്ളതാണ്. വിജയം ലഭിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കാണ്. പ്രിയപ്പെട്ടവർ, പുണ്യമാക്കപ്പെട്ട ഒരു ടിപ്സ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വീഡിയോ മുഴുവനായിട്ട് കാണുക, വേണ്ടപ്പെട്ടവരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഏതാണ് ആ സൂറത്ത് എന്ന് ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതിൻ്റെ മഹത്വങ്ങളൊക്കെ പറയുന്നുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വീഡിയോയിലേക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മുർസലീൻ വ ആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ പുറത്തു മാപ്പാക്കി തരട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനായി റബ്ബിനോട് എപ്പോഴും ദുആ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും ഓരോ അറിവുകൾ, ഓരോ ഇൽമുകൾ ഇൻഷാ അല്ലാഹ് മുടങ്ങാതെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാറുണ്ടോ? ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനുകളിൽ അറിയിക്കുക. അതെ, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇൻഷാ അല്ലാഹ് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ അറിയിക്കുക. സന്തോഷങ്ങൾ പങ്കുവെക്കുക, കമൻറ്റ് സെക്ഷനുകളിൽ അറിയിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പതിവ് പോലെ ഇന്നത്തെ ദിവസവും പുണ്യമാക്കപ്പെട്ട ഒരു സൂറത്തിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എന്താണെന്ന് നമുക്കറിയാലോ പ്രിയപ്പെട്ടവരെ. ഗതകാല ദൈവിക ഗ്രന്ഥങ്ങളെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഹിറാ ഗുഹയിൽ ഭജനമിരുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഅ്ജിസത്തായിട്ട് ഇറക്കി കൊടുത്തതാണ് പുണ്യമാക്കപ്പെട്ട ഖുർആൻ എന്ന് പറയുന്നത്. ഈ ഖുർആനിൻ്റെ ഓരോ സൂറത്തുകളും, ഓരോ ആയത്തുകളും, ഓരോ അധ്യായങ്ങളും, ഓരോ ഹർഫുകൾ പോലും മനുഷ്യർക്ക് അത്ഭുതമാണ്. അപ്പോൾ അതിൽപ്പെട്ട ഖുർആനിൻ്റെ പുണ്യമാക്കപ്പെട്ട ഒരു സൂറത്ത് ഇൻഷാ അല്ലാഹ് ആ സൂറത്തിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ സൂറത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട്. കാര്യം, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രയാസങ്ങൾ മാറാൻ ഈ സൂറത്ത് പ്രധാനിയാണ് എന്നുള്ളതാണ്. നമ്മുടെ പ്രയാസങ്ങൾ, ഏതു പ്രശ്നങ്ങളും നീങ്ങാനും പുണ്യമാക്കപ്പെട്ട ഈ സൂറത്ത് കാരണമാകുമെന്നുള്ളതാണ്. ഈ സൂറത്ത് ഓതുന്നവർക്ക് പിന്നീട് പ്രശ്നമുണ്ടാകില്ല. പ്രിയപ്പെട്ടവരെ, അള്ളാഹു അങ്ങനെയുള്ള ജീവിതം നമുക്കൊക്കെയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഗ്രഹങ്ങൾ സാധ്യമാകാൻ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പരാധീനതകൾ, പരിഭവങ്ങൾ എല്ലാം മാറിക്കിട്ടാൻ, ജീവിതത്തിൽ ഉന്നതി ലഭിക്കാൻ, വിജയം ലഭിക്കാൻ ഒക്കെ കാരണമാകുന്ന പുണ്യമാക്കപ്പെട്ട സൂറത്താണ് ഈ സൂറത്ത്. ആദ്യം ഓതാം പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഇതിൻ്റെ മഹത്വങ്ങളൊക്കെ പറയാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൻ നസ്ർ. നസ്ർ എന്ന് പറഞ്ഞാൽ എന്താ? സഹായം, വിജയം എന്നൊക്കെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. സദഖല്ലാഹുൽ അലിയുൽ അലീം. ഈ സൂറത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നസ്ർ, സഹായം എന്നൊക്കെയാണ് പ്രിയപ്പെട്ടവരെ. ഈ സൂറത്ത് അവതരിച്ച സമയത്ത്, ഈ സൂറത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കപ്പെട്ട സമയത്ത് എല്ലാവരും സന്തോഷിച്ചു എന്നുള്ളതാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിൻ്റെ വിജയവും സഹായവും വന്നെത്തിക്കഴിഞ്ഞാൽ, വറഅയ്ത الناس يدخلون في دين الله أفواجا, അല്ലാഹുവിൻ്റെ ദീനിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായിട്ട്
വരുന്നത് നബിയെ അങ്ങേക്ക് കാണാം എന്നർത്ഥം വരുന്ന പുണ്യമാക്കപ്പെട്ട സൂറത്ത്. ഈ സൂറത്ത് ഇറങ്ങിയ സമയത്ത് എല്ലാവരും സന്തോഷിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മാത്രം പൊട്ടിക്കരഞ്ഞു എന്നുള്ളതാണ്. കാര്യം അവർക്ക് അതിൻ്റെതായ അർത്ഥഗ്രാഹ്യങ്ങൾ വളരെയേറെ മറ്റുള്ളവരെക്കാളും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയും തോയിഫിൻ്റെ തെരുവോരത്തിട്ട് വല്ലാണ്ട് വേദനിപ്പിച്ച ചരിത്രം നമുക്കറിയാം. ഭ്രാന്തന്മാരെയും കുട്ടികളെയും വിട്ട് കല്ലെറിഞ്ഞുപോയി. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലേക്ക് കല്ലെറിഞ്ഞ സമയത്ത് രക്തം പൊട്ടിയിട്ട് ഒഴുകിയ സാഹചര്യത്തിൽ ഈ രക്തം താഴേക്ക് വീണാൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകുമല്ലോ എന്ന് കരുതിക്കൊണ്ട് മുത്തുനബി തങ്ങളെ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു പോയ സന്ദർഭം നമുക്കറിയാം. ആ ഒരു വേദനയേറിയ വിഷമത്തിൻ്റെ സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ ഈ പുണ്യമാക്കപ്പെട്ട സൂറത്ത് അവതരിക്കുന്നത്. ഹിജ്റയുടെ 6-ാം കൊല്ലമാണ് ഈ പുണ്യമാക്കപ്പെട്ട സൂറത്ത് അവതരിച്ചത്. ഒരാശ്വാസമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ചെറിയ ഒരു സൂറത്താണ്. ഇതിൻ്റെ മഹത്വങ്ങൾ ഏറെയാണ്. ഈ സൂറത്തിൻ്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാൻ പ്രിയപ്പെട്ടവരെ. ഈ സൂറത്ത് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ ആ ഓതുന്ന ദിവസം നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്രയെന്നറിയോ? മക്ക ഫത്തഹ് ദിവസത്തിൽ, മക്ക വിജയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സ്വഹാബത്തിന് കിട്ടിയ പ്രതിഫലം എത്ര വലുതാണ്. ആ പ്രതിഫലം ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതുന്ന മനുഷ്യനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. പിന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമാക്കപ്പെട്ട സുബഹി നമസ്കാരത്തിന് ശേഷം ഒരു പ്രാവശ്യം ഈ സൂറത്ത് ദിവസവും പതിവാക്കി കഴിഞ്ഞാൽ, മുടങ്ങരുത്, എല്ലാ ദിവസവും മുടങ്ങാതെ ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഒന്ന് ഓതിക്കഴിഞ്ഞാൽ സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാകുമെന്നുള്ളതാണ്. സാമ്പത്തിക ഐശ്വര്യം, നമ്മുടെ ജോലിയിൽ ബറക്കത്തുണ്ടായിട്ട് സാമ്പത്തിക നേട്ടം നമ്മിലേക്ക് വന്നു ചേരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ 101 പ്രാവശ്യം 101 പ്രാവശ്യം ഈ സൂറത്ത് മുടങ്ങാതെ 7 ദിവസം തുടർച്ചയായിട്ട് ഓതിക്കഴിഞ്ഞാൽ തടസ്സങ്ങൾ നീങ്ങുമെന്നുള്ളതാണ്. എന്ത് തടസ്സമാണെങ്കിലും, എന്ത് പ്രയാസമാണെങ്കിലും, എന്ത് വിഷമമാണെങ്കിലും, എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും 101 തവണ 7 ദിവസം മുടങ്ങാതെ, അത് എപ്പോഴെന്നൊന്നുമില്ല, ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സമയത്ത് ഓതിക്കഴിഞ്ഞാൽ 101 പ്രാവശ്യം 7 ദിവസം മുടങ്ങാതെ ഓതിക്കഴിഞ്ഞാൽ തടസ്സങ്ങളും വിഷമങ്ങളും നീങ്ങും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമാക്കപ്പെട്ട സൂറത്തിനെ ജീവിതത്തിൽ എന്നെന്നും നിലനിർത്താനും ജീവിതത്തിൽ എന്നും കൊണ്ടുവരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെല്ലാം തടസ്സങ്ങളാണ് അല്ലേ പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം വിഷമങ്ങളാണ്. അതുപോലെ തന്നെ മറ്റൊരു നേട്ടമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നുള്ളത്. ഈ സൂറത്തിന് എന്നും നിരന്തരമായി പാരായണം ചെയ്യുന്ന ആളുകളുടെ ജീവിതത്തിലേക്ക് വിജയം കൈവരും. ചില ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതത്തിൽ എപ്പോഴും വിജയമായിരിക്കും. ചില ആളുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ വിജയം നൽകാൻ കഴിവുള്ളവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക ഈ പുണ്യ സൂറത്ത് പാരായണം ചെയ്ത്. കാര്യം മക്ക വിജയ സമയത്ത് ഇറങ്ങിയ പുണ്യമാക്കപ്പെട്ട സൂറത്താണല്ലോ, ഇസ്ലാമിലൊരു വിജയമുണ്ടായ സൂറത്താണല്ലോ പ്രിയപ്പെട്ടവരെ. അത്രയേറെ വിജയം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാൻ കാരണമാകുന്ന ഒരു സൂറത്താണ്. ജീവിതത്തിൽ എന്നെന്നും നിലനിർത്താൻ അള്ളാഹു തആല നമുക്കൊക്കെ സൗഭാഗ്യവും തൗഫീഖും ഒക്കെ നൽകി അനുഗ്രഹിക്കുന്നതാണ്. അതുപോലെ തന്നെ 101 പ്രാവശ്യം ഈ സൂറത്ത് 7 ദിവസം ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആഇന് ഇജാബത്ത് തരുമെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ തടസ്സങ്ങൾ നീങ്ങുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ 101 പ്രാവശ്യം ഈ സൂറത്ത് 7 ദിവസം മുടങ്ങാതെ ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ ദുആഇന് ഉത്തരം നൽകും. അതിനുശേഷം ചോദിക്കുന്ന കാര്യം അള്ളാഹു സ്വീകരിക്കും. അതാണ് ഇവിടെ ഇതിൻ്റെ സാരം പ്രിയപ്പെട്ടവരെ. എന്ത് ചോദിച്ചാലും റബ്ബ് തആല തരുന്നതാണ്, തരാൻ കഴിവുള്ളവനാണ്, അത് നമുക്കറിയുന്നതുമാണ്. ഈ വീഡിയോ പ്രിയപ്പെട്ടവരെ മുസ്ലിമായിട്ട് നടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അവൻ്റെ ഉലമാക്കളെയും അവൻ്റെ ഔലിയാക്കളെയും എല്ലാവരെയും വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാണ്ട് അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആരും ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ കാണുകയും വേണ്ട, ആർക്കും അയച്ചു കൊടുക്കുകയും വേണ്ട പ്രിയപ്പെട്ടവരെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മുനാഫിഖീങ്ങളുടെ കാഫിരീങ്ങളുടെ കുഫ്രിയത്തിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. 101 തവണ ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ തടസ്സങ്ങൾ മാറും, പ്രശ്നങ്ങൾ നീങ്ങും, ദുആയ്ക്ക് ഇജാബത്ത് നൽകും. പ്രിയപ്പെട്ടവരെ, ആ സൂറത്ത് നമുക്കൊന്ന് പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്
ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. സദഖല്ലാഹുൽ അലിയുൽ അലീം. അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, കമൻറ്റ് സെക്ഷനുകളിൽ നിങ്ങളുടെ വസീയത്തുകൾ അറിയിക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതി അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഖബൂലാക്കട്ടെ. എപ്പോഴും ദുആ ചെയ്യുക പ്രിയപ്പെട്ടവരെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.